മുരളീധരന്റെ പ്രസ്താവനയാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത്, ഏവരും അപലപിക്കുകയും കൂടി ചെയ്യുകയാണ്. പ്രത്യേകിച്ച് വയനാടുകാരെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള വാചകങ്ങൾ അവർക്ക് കേൾക്കാൻ അവർക്ക് കഴിയില്ല. അത്രമേൽ അവരുടെ ഉള്ളു പൊള്ളി നിൽക്കുന്ന സമയത്തൊരു കൈസഹായം പോലും നൽകാതെ വന്ന് അത് അവിടെ ചില പ്രദേശങ്ങൾ മാത്രമല്ലേ ഒലിച്ചു പോയുള്ളൂ എന്ന് ചോദിക്കാനുള്ള ആ ഒരു ചോദ്യം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സി കെ ശശീന്ദ്രൻ CPM നേതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ വി മുരളീധരന്റെ പ്രസ്താവന കേട്ട് കാണുമല്ലോ. എന്താണ് താങ്കൾക്ക് ആ പ്രസ്താവനയിൽ നിന്ന് തോന്നുന്നത്? മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള BJP നേതാവ് ശ്രീ മുരളീധരന്റെ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹവും വേദനാജനകവും അതുപോലെ തന്നെ ഒരിക്കലും പറയാൻ പാടില്ലാത്തതുമായിരുന്നു. വയനാട് ഇന്ന് ഹർത്താലാണ്. പരിപൂർണമായിട്ട് ആ ഹർത്താലിനോട് ജനങ്ങളാകെ ചേർന്ന് നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് മുരളീധരന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെല്ലാം ലാളിച്ച് ഇതിനാവശ്യമായ സഹായം ചെയ്യുമെന്ന് പറഞ്ഞ് തിരിച്ചു പോയിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ വയനാടിനെ വഞ്ചിച്ചിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ദുരന്ത ബാധിതരെ പോലും കളിയാക്കുകയും പരിഹസിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പരോക്ഷമായി ഇക്കാര്യത്തിൽ, കാരണം ഇവരൊക്കെ ഈ നേതാക്കന്മാരൊക്കെ അവിടെ വന്നു പോയവരാണല്ലോ, അവർക്കൊക്കെ ഇവിടുത്തെ യാഥാർത്ഥ്യം അറിയാമല്ലോ. എന്നിട്ടുകൂടി ആ യാഥാർത്ഥ്യമൊക്കെ അറിയാവുന്ന വ്യക്തി പ്രധാനമന്ത്രി അടക്കം വന്നു പോയതാണ്. എന്നിട്ടും അവിടുത്തെ ഒരു 2 പഞ്ചായത്തുകളിലെ 3 വാർഡുകൾ മാത്രമേ ഒലിച്ചു പോയുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ എന്ത് പറ്റി എന്നാണ് തോന്നുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രം കേരളത്തെ സഹായിക്കേണ്ടതാണ്. രാഷ്ട്രീയ വിവേചനം വെച്ചുകൊണ്ട് സഹായിക്കാതിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതൊക്കെ നമുക്കറിയാം, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കേരളത്തിന് ഫെഡറൽ തത്വങ്ങൾ അനുസരിച്ച് കേന്ദ്രം അധിക സാമ്പത്തിക സഹായം നൽകേണ്ടതാണ്. അത് നൽകാതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നടപടികൾക്കെതിരായിട്ട് പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ ആ പ്രതിഷേധത്തെ പോലും കളിയാക്കുന്നതിന്റെ ഫലമായിട്ടാണ് മുരളീധരൻ ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത്. മലയാളികളോടുള്ള വെല്ലുവിളിയാണ്, മലയാളികളെ കളിയാക്കലാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം മാപ്പ് പറയേണ്ടതാണ്. അത്രയും ഗുരുതരമായ ഒരു വിഷയമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത്. വളരെ നിസ്സാരവൽക്കരിച്ച് 400-ഓളം ആളുകൾ മരിച്ചുപോയി. പിന്നെന്തിനാണ് മുരളീധരനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, പിന്നെന്തിനാണ് മാസത്തിൽ വന്നത്? ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ അങ്ങനെയാണ് അതിനെ കാണുക, രാഷ്ട്രീയമായിട്ട് കാണുകയാണ്. ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലെ നിയമസഭ ഏകാണ്ടമായ പ്രമേയം കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന് കണ്ടിട്ടുണ്ട്. എന്നിട്ടൊന്നും ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളവും ഇന്ത്യയുടെ ഭാഗമല്ലേ? അങ്ങനെയല്ലേ അവർ ചിന്തിക്കേണ്ടത്? ഇവിടെ അനുസരിച്ച് നമുക്ക് സഹായിക്കാതിരിക്കുക, അതിൽ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ ആ ജനങ്ങളെ കളിയാക്കുക, പരിഹസിക്കുക, ഇതെല്ലാം BJPയുടെ തെറ്റായ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെയും കൂടി ഭാഗമായിട്ടാണ്. കൊണ്ട് BJP എടുത്തിട്ടുള്ള നിലപാട് അങ്ങേയറ്റം അപലപനീയമാണ്. ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി കഴിയില്ല. യഥാർത്ഥത്തിൽ മുരളീധരൻ കൊണ്ട് മാപ്പ് പറയേണ്ട ഒരു പ്രസ്താവനയാണ് അത് നടത്തിയിരിക്കുന്നത്.